ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. എനിക്ക് അവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷനുണ്ട്. അങ്ങനെ രാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിന് വേണ്ടി കാത്തിക്കുകയാണ്. അങ്ങനെ ട്രെയിനൊക്കെ വന്ന് കയറി. നല്ല മഴയുണ്ടായിരുന്നു ഇന്നും കേട്ടോ. ഞാൻ പോകുന്നതിൻ്റെ അന്ന് എല്ലാം നല്ല മഴയാണെന്ന് തോന്നുന്നു. മഴയ്ക്ക് ഞാൻ പോകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനടുത്തൊരു ഹോട്ടലിൽ നല്ല അടിപൊളി തിരൂർ സ്പെഷ്യൽ ബിരിയാണി കിട്ടും കേട്ടോ. സൂപ്പറാണ്. അതെനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ നമ്മൾ മലപ്പുറത്തെത്തി. അവിടുത്തെ ഫങ്ഷൻസൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് അവിടെ ഒരു മാർക്കറ്റിലേക്കാണ്. ഈ മാർക്കറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാം ഫ്രഷ് സാധനങ്ങളും കിട്ടും. പിന്നെ അതേപോലെ പച്ചക്കറിക്കും ഫ്രൂട്ട്സിനും ഒക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഞാനിവിടെ മെയിനായിട്ട് പോയത് എനിക്ക് റെൻ്റൽ ഷോപ്പാണല്ലോ. അപ്പോൾ റെൻ്റൽ ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ പിങ്ക് ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കയറി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങി. പിന്നെ ഇവിടെ എല്ലാം തെണ്ടി നടന്ന് എൻ്റെ റെൻ്റലിൻ്റെ ഷോപ്പിൻ്റെ ഐറ്റംസ് വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇവിടെ എല്ലാം നടക്കുമായിരുന്നു. അങ്ങനെ കുറേ നടന്നപ്പോൾ അവിടെ ഒരു പയ്യൻ എനിക്ക് പറഞ്ഞു തന്നു, ഇന്നടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടുമായിരിക്കാം, നിങ്ങൾ ചെന്ന് തിരക്കാൻ. അങ്ങനെ നമ്മൾ അവിടെ ഷോപ്പിലെത്തി. ഇവിടെയെന്ന് പറഞ്ഞാൽ ഫാൻസി ഷോപ്പാണ്. ഫുള്ള് ആൻറ്റി ടെർണിഷ് അങ്ങനെയുള്ള കമ്മൽ ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ച സാധനം എനിക്കവിടെ കിട്ടിയില്ല. അവർ തന്നെ പറഞ്ഞു റെൻ്റ് ഔട്ട് ചെയ്യുന്ന സാധനം നല്ല റേറ്റാണ്, അതുകൊണ്ട് നമുക്കിവിടെ എടുത്തു വെക്കാൻ പറ്റില്ല, അങ്ങനെ പോയില്ലെന്ന്. അവിടെ എല്ലാം നടന്ന് തപ്പി നോക്കിയിട്ടൊന്നും ഞാൻ അന്വേഷിച്ച സാധനം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ക്വാളിറ്റി കുറഞ്ഞ സാധനം എടുത്തു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് നോക്കാതെ എടുക്കാനും പറ്റില്ല. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നോക്കി നടന്നിട്ട് നേരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കാൻ വന്നു. എന്താണെന്നറിയോ, നമ്മുടെ അത്തർ. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. ഇവർക്ക് കോഴിക്കോടും ഇവരുടെ ഒരു ഷോപ്പുണ്ട്. കോഴിക്കോട് മിഠായി തെരുവിന് മാർക്കറ്റിനകത്ത് ഒരു ഷോപ്പുണ്ട് ഇവർക്ക് ഹോൾസെയിൽ. ഈ പിള്ളേരൊക്കെ നല്ല പിള്ളേരാണ് കേട്ടോ. ഇവരെല്ലാ ഐറ്റംസിൻ്റെയും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവരുമായിട്ട് അവിടെ നിന്ന് കത്തിയൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് സ്നാക്സ് കഴിക്കാനാണ്. നിങ്ങൾ തിരൂർ മലപ്പുറം ഏരിയ വരുന്ന ഒരു മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ എഗ് റോൾ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ 4-5 എണ്ണം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം. ടാറ്റ, ബൈ ബൈ.